സർവശക്തനായ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ പകുതി സംതൃപ്തകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. പിന്നിട്ട നാളുകളിൽ നാം നിർവഹിച്ചിട്ടുള്ള ആരാധനകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും സൽപ്രവർത്തനങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ അനുഗ്രഹീതമായിട്ടുള്ള നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന സുദിനങ്ങളെയാണ് നമുക്കിനി വരവേൽക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാക്ഷിയാകാൻ സാധിക്കുന്ന ഓരോ നിമിഷവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആരാധനകൾ കൊണ്ടും സൽപ്രവർത്തനങ്ങൾ കൊണ്ടും സമ്പന്നമാക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ക്ഷമയുടെ മാസമാണ്, സ്വാന്തനത്തിന്റെ മാസമാണ്, നന്മകൾ സാർവത്രികമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാസമാണ്. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുള്ള മുസ്ലിം സമൂഹം പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന മാസമാണ്. അവർക്ക് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളുമെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഗുണഫലം സത്യവിശ്വാസികൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ള ആളുകൾക്കും ലഭ്യമാകുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ, വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ, മറ്റുള്ള ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ അത് മുസ്ലിം കടകളിൽ നിന്ന് മാത്രമല്ല വാങ്ങുന്നത്. മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ സർവരിൽ നിന്നും ഇത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങിയാണ് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിന്റെ ഗുണഫലം ലഭ്യമാകുന്നത് മനുഷ്യർക്ക് മൊത്തത്തിലാണ്. മനുഷ്യർക്ക് മൊത്തം അനുഗ്രഹം ലഭ്യമാകുന്നു, സമാധാനം ലഭ്യമാകുന്നു. കാരണം നന്മകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന മാസമാണ് റമദാൻ എന്നുള്ളത്. സ്വാഭാവികമായും ഇത്തരം നന്മകളെ ഇഷ്ടപ്പെടാത്ത, താല്പര്യപ്പെടാത്ത, തിന്മകൾ വിതച്ചുകൊണ്ട് നേട്ടം കൊയ്യുന്ന, തങ്ങൾക്ക് മാത്രം സുഖം മതി എന്ന് ചിന്തിക്കുന്ന, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ഏറ്റവും കൊടും ഭീകര രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേലും എക്കാലഘട്ടത്തും മറ്റുള്ള രാജ്യങ്ങളുടെ വിഭവങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന, അത് സ്വന്തമാക്കി തീർക്കുവാനും സ്വതന്ത്രരായിട്ടുള്ള ആളുകളെ അടിമകളാക്കി വെക്കുവാനും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ സാമ്രാജ്യത്തെ ശക്തികളും ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടുള്ള ഇറാനെ കടന്നാക്രമിക്കുകയും അവിടുത്തെ ഭരണാധികാരിയെ മാത്രമല്ല രാഷ്ട്രീയ നേതൃനിരയിലുള്ള ഒട്ടധികം ആളുകളെ കൊല നടത്തുകയും പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള നിരപരാധികളായിട്ടുള്ള നൂറുകണക്കിന് ആളുകളെ കൊന്നുതള്ളുകയും പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധത്തിലാഴ്ത്തുകയും ലോകത്തുടനീളം അശാന്തിയും അസമാധാനവും വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും മനസാക്ഷികളുടെ ഏതൊരു മനുഷ്യരെയും വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന,
അവർക്കെതിരെ സാധ്യമാകുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ പുറപ്പെടുവിക്കേണ്ടതുണ്ട് എന്ന് താല്പര്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഹ്ലുസുന്നയുടെ ആദർശം സ്വീകരിച്ചവരല്ല അവർ ഷിയാക്കളാണ്, റാഫിലുകളാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഉന്നതരായ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നവരാണ്. മഹാന്മാരായിട്ടുള്ള ഖലീഫമാരെ സംബന്ധിച്ച്, സഹാബികളെ സംബന്ധിച്ചൊക്കെ തന്നെ മോശമായ വർത്തമാനങ്ങൾ പറയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ അള്ളാഹു അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി പരാമർശിച്ചിട്ടുള്ള സ്വഹാബികളെ സംബന്ധിച്ച് അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, തൽഹ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, സഈദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചൊക്കെ, ആയിഷ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള സഹാബത്തിനെ സംബന്ധിച്ചും ഏറ്റവും മോശമായും ഏറ്റവും രൂക്ഷമായും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചവരാണവർ, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണവർ. അഹ്ലുസുന്നക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണവർ. ഒട്ടധികം ആളുകളെ, അഹ്ലുസുന്നയുടെ ആളുകളെ, നിരപരാധികളായിട്ടുള്ള ആളുകളെ ഇപ്പോൾ ഇസ്രായേൽ കാണിച്ചതുപോലെയുള്ള ക്രൂരമായ ഹത്യകൾക്ക് അവർ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാൻ ആക്രമിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള നിയമവും പാലിക്കാതെ അന്താരാഷ്ട്ര മര്യാദകളെ അതിലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി കൃത്രിമമായ കാരണങ്ങൾ ഉണ്ടാക്കി ഒരു രാജ്യത്തെ മുഴുവൻ, മാത്രമല്ല പശ്ചിമേഷ്യയെ മുഴുവൻ ആക്രമണത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാമ്രാജ്യത്വ ദുശക്തികൾ. യഥാർത്ഥത്തിൽ ഇരട്ട ലക്ഷ്യമാണ് ഇസ്രായേലിന് നേടിയെടുക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അവർക്കറിയാം, ഇറാൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇറാൻ എളുപ്പത്തിൽ ദ്രോഹിക്കുവാൻ സാധിക്കുക, പ്രത്യാക്രമണം നടത്താൻ സാധിക്കുക GCC രാഷ്ട്രങ്ങളെയാണ്. ഒരേ സമയം അഹ്ലുസുന്നയോടുള്ള വെറുപ്പും ഷിയാക്കളോടുള്ള വെറുപ്പും ജൂതരാഷ്ട്രത്തിനും അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് പ്രകടിപ്പിക്കാനും നേട്ടം കൊയ്യുവാനും സാധ്യമാകുന്നു. അതേ പ്രകാരം തന്നെയാണ് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടത്. ഇറാൻ അമേരിക്കയെ ഇഷ്ടപ്പെടുന്നില്ല, ഇസ്രായേലിനെ ഇഷ്ടപ്പെടുന്നില്ല, അതേ പ്രകാരം അഹ്ലുസുന്നയെയും ഇഷ്ടപ്പെടുന്നില്ല. ഇസ്രായേലിനെ പ്രത്യാക്രമണം നടത്തുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് GCC രാഷ്ട്രങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളുടെ ഭൗമമണ്ഡലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഭൂമി ഉപയോഗിച്ചുകൊണ്ട്, ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായ നീതി അനുസരിച്ചുകൊണ്ട് വിശിഷ്യ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഒക്കെ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇറാനെതിരെ ആക്രമിക്കാൻ പാടില്ല എന്ന് ലോകം കേൾക്കുമാറ് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ കാണിച്ചിട്ടുള്ള കൊടും ക്രൂരതയുടെ പേരിൽ, അമേരിക്ക കാണിച്ചിട്ടുള്ള ചെകുത്താനിസത്തിന്റെ പേരിൽ GCC രാഷ്ട്രങ്ങളെ അതിക്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള നീതിക്ക് എതിരാണ്. അതും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ ഒരു സന്ദർഭത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നാം കേൾക്കുന്നുണ്ട്, ഇറാന്റെ മറവിൽ GCC രാഷ്ട്രങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഇസ്രായേൽ എന്ന കൊടും ഭീകര ചതിയ രാഷ്ട്രം തന്നെയാണ് എന്ന്. തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാകുന്നത് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇസ്ലാമിന്റെ നാശം ആഗ്രഹിക്കുന്ന, മുസ്ലിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന,
ലോകത്ത് അശാന്തിയും അസമാധാനവും സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുശക്തികളെ നാഥാ നീ പരാജയപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പര്യവസാനം സത്യവിശ്വാസികൾക്ക് ഗുണകരമായി തീരുന്നതിന് വേണ്ടിയാണ് നാം ആശിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായും നാം ആരും അതിനെ അനുകൂലിക്കുന്നില്ല, എല്ലാവർക്കും അതിനോട് വെറുപ്പ് തന്നെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഈ വിഷയത്തിലൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് തീർത്തു പറയാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞല്ലോ, അസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അശുഭകരമാണെന്ന് വിചാരിക്കുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് ശുഭകരമായിരിക്കാം. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നന്മയാണെന്ന് വിചാരിക്കുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് തിന്മയായി കലാശിക്കാം. വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. നിങ്ങൾക്കാകട്ടെ ശരിയാം വിധമുള്ള സൂക്ഷ്മമായ അറിവില്ലതാണ്. എല്ലാം അറിയുന്ന പരമാധികാരിയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ചെയ്തികളെ സംബന്ധിച്ച് യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആളുകളെ അതിക്രമിക്കുകയും വധിച്ചു കളയുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവൻ അശ്രദ്ധനാണ് എന്ന് അത്തരത്തിലുള്ള കൊടും ഭീകരരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. തീർച്ചയായും അക്രമകാരികൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്, അവനെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പക്ഷെ അതിക്രമകാരികളായിട്ടുള്ള ആളുകൾക്ക് ഒരു സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിയിട്ടുകൊണ്ടിരിക്കും. സമയമാകുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ചരിത്രം അതിന് സാക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഇസ്രാ 17ാമത്തെ സൂറയിലെ 16ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, തീർച്ചയായും ഇദാ അറദന അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈകൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറാ. തീർച്ചയായും ഒരു നാടിനെ, ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലുള്ള സുഖലോലുപരായ ആഡംബരപൂർണമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വരുതിയിൽ വരാൻ, നിയമത്തിന്റെ ഉള്ളിൽ വരാൻ നാം കൽപ്പന കൊടുക്കും. പക്ഷെ ആ കൽപ്പന അവർ അംഗീകരിക്കുകയില്ല, ആ കൽപ്പന അവർ കേൾക്കുകയില്ല, ആ കൽപ്പന അവർ സ്വീകരിക്കുകയില്ല. മറിച്ച് അവർ തോന്നിവാസം പ്രകടിപ്പിക്കും, അവർ തെമ്മാടിത്തം കാണിക്കും. അപ്പോൾ അവരുടെ മേൽ അല്ലാഹുവിന്റെ വചനം യാഥാർത്ഥ്യമായി തീരും. ആ നാടിനെ മുഴുവൻ, രാജ്യത്തെ മുഴുവൻ നാം അപ്രകാരം നശിപ്പിച്ച് കളയുകയും ചെയ്യും. ചരിത്രം അതിന് സാക്ഷിയാണ്. എത്രയെത്ര തലമുറകളെയാണ്, എത്രയെത്ര നേതാക്കന്മാരെയാണ്, എത്രയെത്ര ദുശ്ശക്തികളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം എത്രയെത്ര തലമുറകളെയാണ്, അതിക്രമകാരികളായിട്ടുള്ള എത്രയെത്ര ജനതകളെയാണ്, അവരുടെ നേതാക്കന്മാരെ അടക്കം നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളതും ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റിയിട്ടുള്ളത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്കും നാം ഒരു കാരണവശാലും നിരാശരാകേണ്ടതില്ല, ആ അർത്ഥത്തിൽ നാം പ്രയാസപ്പെടേണ്ടതില്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിശ്ചിതമായ ഒരു സമയത്ത് ലോകത്തിന് മുഴുവൻ പാഠമായി തീരുന്ന രൂപത്തിലുള്ള നടപടിക്രമങ്ങളും ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതിനുവേണ്ടി നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന
പരലോകത്തിൽ ദൃഢബോധ്യമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും നിരാശപ്പെടേണ്ടതില്ല, ആശയറ്റ് പോകേണ്ടതില്ല. ഒരു ശത്രുവിനും അവരെ കീഴടക്കുവാൻ യഥാർത്ഥത്തിൽ സാധ്യമല്ല. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പറയുക പ്രവാചക, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ, അതിലപ്പുറത്തേക്ക് ഒന്നും നടക്കുകയില്ല. അള്ളാഹു ആകുന്നു ഞങ്ങളുടെ യജമാനൻ. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. എന്ത് പ്രതികൂലമായ സന്ദർഭങ്ങളുണ്ടെങ്കിലും, സാഹചര്യങ്ങളുണ്ടെങ്കിലും, പ്രയാസങ്ങളുണ്ടെങ്കിലും, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് വേണ്ടി, വിശ്വാസികളെ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാധികാരിയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടും എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്ന സർവാധികാരിയായ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നാം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വ തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറയുക, പ്രാർത്ഥിക്കുക, ആധിപത്യത്തിന്റെ ഉടമയായ നാഥ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ ആധിപത്യം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് ആധിപത്യത്തെ നീ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു, ഊരിയെടുക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ പ്രതാപം കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന ആളുകളെ നീ അധമരാക്കി മാറ്റുന്നു. നിന്റെ കയ്യിലല്ലയോ എല്ലാവിധ നന്മയും ഉള്ളത്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നാഥാ നീ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് എല്ലാറ്റിനും കഴിവുള്ള പ്രതാപശാലിയായ മനുഷ്യർക്ക് അധികാരം നൽകുകയും അധികാരം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന രാജാതിരാജനായ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി വിശ്വാസികൾക്ക് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി, വിശ്വാസികൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്നതിന് വേണ്ടി, ലോകത്ത് മുഴുവൻ ശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടി, അക്രമികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി, മാതൃകാപരമായ നടപടിക്രമത്തിന് വിധേയമാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളതും. നാം ഓരോരുത്തരും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭ്യമാകുന്ന സമയങ്ങളിൽ, സുദിനങ്ങളിൽ നമ്മുടെ മനസ്സുരുക്കി കരങ്ങൾ ഉയർത്തി അള്ളാഹുവിങ്കലേക്കും തേങ്ങുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പരിശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫയാ അയ്യുൽ ഇഖ്വ ഉസ്വികും സാനിയം ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികൾക്ക് ആശയും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന നാളുകളാണ് റമളാൻ എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റമളാൻ 17 നടന്നിട്ടുള്ള, ഹിജ്റ 2-ാം വർഷം റമളാൻ 17 നടന്നിട്ടുള്ള ബദർ യുദ്ധം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് സൂറത്ത് ആലി ഇംറാനിൽ ഇപ്രകാരം പറഞ്ഞു: ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനി ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വ ഉഖ്റാ കാഫിറ യറൗനഹും മിസ്ലിഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. തീർച്ചയായും രണ്ട് വിഭാഗങ്ങളിൽ
നിങ്ങൾക്ക് വളരെ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. ഒരു വിഭാഗം തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. വഉഖ്റ കാഫിറ, മറു വിഭാഗമാകട്ടെ അവിശ്വാസികളാണ്, നിഷേധികളാണ്. യറൗനഹും മിസ്ലിഹിം റഅയൽ ഐൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ അവിശ്വാസികളുടെ വീക്ഷണത്തിൽ ഇരട്ടിയായി കാണിച്ചു കൊടുത്തു. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും വിശാലമായ അനുഗ്രഹങ്ങളുടെ കാരുണ്യത്തിന്റെ ഉടമയുമാകുന്നു. ബദറിൽ വെച്ചുകൊണ്ട് ഏറ്റുമുട്ടിയിട്ടുള്ള രണ്ട് വിഭാഗം ആളുകളിൽ ലോകാന്ത്യം വരയ്ക്കുമുള്ള മുഴുവൻ മനുഷ്യർക്കും ഉത്തമമായ പാഠമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും വേണ്ടി മക്കായിൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയമാക്കി സ്വാഭാവികമായും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം സ്വരാജ്യം വിട്ടുകൊണ്ട് മദീനയിലേക്ക് അവർ പലായനം ചെയ്യേണ്ടി വന്നു. മദീനയിൽ പലായനം ചെയ്ത് എത്തിയിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും അവിടെയും നിൽക്കുവാൻ സമ്മതിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനം കൊടിയ ശത്രുക്കളുടെ നേതാവായിട്ടുണ്ടായിരുന്ന അബൂജഹലും കൂട്ടരും എടുക്കുകയും അവർ അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്തതാണ് ബദർ യുദ്ധത്തിന്റെ പാശ്ചാത്തലം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്കുലി പരിമിതരായിരുന്നു. അവർക്ക് പരിമിതമായിട്ടുള്ള ആയുധങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് വിശാലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മറുകക്ഷികളായിട്ടാകട്ടെ അവിശ്വാസികളാകട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളാകട്ടെ അവർ പ്രബലരായിരുന്നു. അവർക്ക് ആയുധമുണ്ടായിരുന്നു, അവർക്ക് വാഹനങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് സൈന്യത്തിന്റെ ആൾ പിൻബലമുണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല, നിങ്ങൾ വളരെ പതിതരായിരുന്ന ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭൗതികമായിട്ടുള്ള സന്നാഹങ്ങൾ കുറഞ്ഞിട്ടുണ്ടായിരുന്ന ദുർബലരായിരുന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബദറിൽ വെച്ചുകൊണ്ട് സഹായിച്ചിട്ടുണ്ട്. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗാത്ത് നടത്തിയ സന്ദർഭം, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്തു. തുടരെ തുടരെ ഇറങ്ങുന്ന 1000 മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. അള്ളാഹുവിന്റെ സഹായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും കിട്ടുവാനുള്ള കാരണം അവർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗാത്ത് നടത്തി എന്നുള്ളതാണ്. അബൂജഹലിനും കൂട്ടർക്കും അള്ളാഹുവിന്റെ സഹായം ലഭ്യമാകാതിരിക്കുവാനുള്ള കാരണം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതോടൊപ്പം അള്ളാഹുവിങ്കലെ കടുപ്പിക്കുവാൻ വേണ്ടി അവരുടെ വീക്ഷണത്തിലുള്ള ഔലിയാക്കളോടും പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്, ഇടതേട്ടം നടത്തി എന്നുള്ളതാണ്. യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പ്രാർത്ഥിച്ചപ്പോ കഅബയുടെ കില്ലിനെ പിടിച്ചുകൊണ്ട് അബൂജഹലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അള്ളാഹുവിനോട് തന്നെയാണ്. കുടുംബത്തിൽ ചിത്രതയുണ്ടാക്കുന്ന പുതിയ മതവുമായി വന്നിട്ടുണ്ടായിരുന്ന മുഹമ്മദിനെയും കൂട്ടരെയും നാഥ നീ പരാജയപ്പെടുത്തണമേ എന്ന് തന്നെയാണ് അബൂജഹൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അള്ളാഹുവേ ഈ ചെറു സംഘത്തെ എങ്ങാൻ നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു തലമുറ ഈ ഭൂമുഖത്തുണ്ടാകുകയില്ല. അതുകൊണ്ട് നാഥാ ഈ കൊച്ചു സംഘത്തെ നീ സഹായിക്കണമേ എന്നതായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെയും സഹാബികളുടെയും പ്രാർത്ഥന സർവശക്തൻ കേട്ടു. അള്ളാഹുവിനോട് നേർക്ക് നേരെയായിരുന്നു അവർ പ്രാർത്ഥിച്ചത് എന്നതുകൊണ്ട് അബൂജഹലിന്റെയും കൂട്ടരുടെയും പ്രാർത്ഥന അള്ളാഹു തിരസ്കരിച്ചു. അള്ളാഹുവിനോടൊപ്പം മറ്റുള്ള ആളുകളെ കൂടി അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. മറ്റുള്ള ആളുകളെ ഇടയാളന്മാരായിക്കൊണ്ട് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു എന്നത് കാരണത്താൽ. അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷ ലഭിക്കുവാനുള്ള, നമുക്ക് സഹായം ലഭിക്കുവാനുള്ള മാർഗം അള്ളാഹുവിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തുക എന്നതാണ്.
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളും തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. സത്യത്തിന്റെ ആളുകളും അസത്യത്തിന്റെ ആളുകളും, ധർമ്മത്തിന്റെ ആളുകളും അധർമ്മത്തിന്റെ ആളുകളും, തൗഹീദിന്റെ ആളുകളും ശിർക്കിന്റെ ആളുകളും, ബഹുദൈവ വിശ്വാസത്തിന്റെ ആളുകളും ഏകദൈവ വിശ്വാസത്തിന്റെ ആളുകളും തമ്മിലാണ് പോരാട്ടം നടന്നിട്ടുള്ളതും. അവിടെയാണ് വളരെ വ്യക്തമായ വേർതിരിവ് ഉണ്ടായിട്ടുള്ളതും. ലോകത്തിന് മുഴുവൻ മാതൃകയായി തീരുന്ന രൂപത്തിൽ വിശ്വാസികൾക്കും അള്ളാഹുവിന്റെ സഹായം ലഭ്യമായിട്ടുള്ളതും. ആ സഹായം ആവർത്തിച്ചും നമുക്ക് ലഭിക്കണമെങ്കിൽ ബദരീങ്ങളോട് തേടിയാൽ അത് കിട്ടുകയില്ല, ഔലിയാക്കളോട് തേടിയാൽ അത് കിട്ടുകയില്ല. ബദരീങ്ങളെയോ ഔലിയാക്കളെയോ പ്രവാചകന്മാരെയോ ഇടയാളന്മാരായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, കൊടിയ മുശ്രിക്കുകൾക്ക് ലഭിച്ചതുപോലെയുള്ള കനത്ത പരാജയമായിരിക്കും ലഭ്യമാവുക. ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം സമൂഹത്തിലുള്ള വലിയ ഒരു വിഭാഗം ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചും അജ്ഞതയിലാണ്. അവർ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി, ദാരിദ്ര്യം നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ടി, കടത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി ബദരീങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ തന്നെയുമുണ്ട്. നാം ഓരോരുത്തരും ബോധവാന്മാരാകുക. അത്തരത്തിലുള്ള കെണിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് നാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കുക, അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം വെളിച്ചത്തിൽ ജീവിക്കുകയും വെളിച്ചത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ, സജ്ജനങ്ങൾ, സച്ചരിതൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ വശം വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴകളും അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസ സഹോദരങ്ങൾക്ക് നാഥാനി തുറവിയും സമാധാനവും നൽകുമാറാകണമേ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم أصلح أحوال المسلمين في كل مكان، اللهم أصلح أحوال المسلمين في كل مكان، اللهم أصلح أحوال المسلمين في كل مكان. اللهم انصر الإسلام والمسلمين، اللهم انصر الإسلام والمسلمين، اللهم انصر الإسلام والمسلمين. اللهم أيد وحدة الموحدين وفرق بين صفوف الكافرين ومزق كل ممزق بين أعداء الدين يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ووقنا عذاب النار.